നമസ്കാരം, ഞാൻ ജോയൽ. ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ടെറേറിയമാണ്. ടെറേറിയം എന്നാൽ ഒരു ഗ്ലാസ് കണ്ടെയ്നറിനുള്ളിൽ ചെടി നടുന്ന രീതിയാണ്. അത് ഒരു ഡെസേർട്ടോ ഗാർഡനോ അങ്ങനെ പല ലാൻഡ്സ്കേപ്പുകളുമാവാം. ടെറേറിയം കണ്ടുപിടിക്കപ്പെട്ടത് 1840കളിൽ ലണ്ടനിലാണ്. ഇംഗ്ലീഷ് ഫിസിഷ്യനായ നഥാനിയൽ ബാക്ഷവാർഡാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഈ നഥാനിയൽ ബാക്ഷവാർഡ് ഒരു ഗ്ലാസ് കണ്ടെയ്നറിനുള്ളിൽ പല ഇൻസെക്റ്റുകളെയും ഇട്ട് അത് നിരീക്ഷിക്കുന്ന ഒരു ഹോബിയുള്ള ആളായിരുന്നു. അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയ ഒരു കണ്ടെയ്നറിനുള്ളിൽ ഒരിക്കലും ഒരു പന്നൽ വർഗത്തിൽപ്പെടുന്ന ഒരു ചെടി മുളച്ചു പൊങ്ങി. ഇങ്ങനെ ആ പന്നൽ ചെടി മുളച്ചു പൊങ്ങിയ ആ ഗ്ലാസ് കണ്ടെയ്നറാണ് ലോകത്തിലെ ആദ്യത്തെ ടെറേറിയം. അത് വാർഡിയൻ കേസ് എന്നും പിന്നെ അറിയപ്പെട്ടു. ഈ വാർഡിയൻ കേസിന്റെ ചെറിയൊരു രൂപമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ടെറേറിയം. നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ടെറേറിയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡെസേർട്ടിന്റെ സീനറിയാണ്. അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ചെടികളും കാക്ടസ്, സക്യുലൻസ് ഇനത്തിൽപ്പെടുന്നതാണ്. നമ്മളിതിൽ ഉപയോഗിക്കേണ്ട പോട്ടിങ്സ് എന്ന് പറയുന്നത് വെൽ ഡ്രെയിൻ ആയിട്ടുള്ള വളം അധികം ഇല്ലാത്ത പോട്ടിങ്സ് ആണ്. ഇതിനായുള്ള പോട്ടിങ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആറ്റുമണൽ, മണ്ണ്, ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ, എല്ലുപൊടി, പിന്നെ തോട്ടിൽ നിന്ന് കിട്ടുന്ന ഗ്രാവലുകൾ. നമ്മളിതിനായി ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഇതിലൊരു ഹോളുള്ള കാരണം നമ്മൾ ഇങ്ങനെ ചെരിച്ച് ഒരു ഫ്രെയിമിന്മേൽ നിർത്തിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ആ ഹോൾ അടയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തോട്ടിൽ നിന്നെടുത്തൊരു പെബിള് ഹോൾ മറയുന്ന രീതിയിൽ വെച്ചിട്ട് അതിനുള്ളിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് ഗ്രാവൽസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രാവൽ ഇടുന്നതിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വെള്ളം കൂടുതലുണ്ടെങ്കിൽ അടിയിൽ പോയി കിടക്കുന്നതിനാണ്. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും വൃത്തി നിരത്തി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ പോട്ടിങ്സ് തയ്യാറാക്കിയെടുക്കാം. ആറ്റുമണൽ, മണ്ണ്, അതുപോലെ ചെമ്മണ്ണ്, എല്ലുപൊടി. എല്ലുപൊടി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കള്ളിച്ചെടി ഓൾറെഡി വളം പയ്യെ വലിച്ചെടുക്കുന്ന ചെടിയാണ്. എങ്കിലും നമ്മൾ വളമായിട്ട് മണ്ണിൽ അലിഞ്ഞ് ചേർക്കുന്ന എല്ലുപൊടിയാണ് ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇതിൽ ഒരു ലെയർ ഗ്രാവൽ വിരിച്ച ശേഷം അതിലേക്ക് നമുക്ക് പോട്ടിങ്സ് ചേർത്ത് കൊടുക്കാം. ഈ പോട്ടിങ്സ് ചേർക്കുമ്പം നമ്മൾ ഏത് ലാൻഡ്സ്കേപ്പാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡിസൈന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പം ഡെസേർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഡെസേർട്ടിൻ്റെയൊക്കെ മലകളും ഒക്കെ പൊങ്ങി നിൽക്കുന്നത് പോലെ ചെയ്യുക. ആദ്യം ഒരു ലെയർ മൊത്തത്തിൽ വിരിക്കുക. എല്ലായിടത്തും നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്ത് വേണ്ട സ്ട്രക്ചർ രൂപപ്പെടുത്തിയെടുക്കാം. നമ്മളിങ്ങനെ വേണ്ട സ്ട്രക്ചർ രൂപപ്പെടുത്തിയതിനു ശേഷം നമുക്ക് അതിലേക്ക് ചെടികൾ നടാം. നമ്മൾ ടെറേറിയത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡെസേർട്ടിൻ്റെ ആയ കാരണം നമ്മളതിൽ ഉപയോഗിക്കുന്ന ചെടികളും ഡെസേർട്ടിൽ കാണുന്ന പോലെ കാക്ടസ്, സക്യുലൻ്റ് ഇനങ്ങളിൽ പെടുന്നതാണ്. ഇത് അലോയുടെ ഇനത്തിൽ പെടുന്നൊരു സക്യുലൻ്റ് ആണ്.
ഇത് അഡീനിയത്തിൻ്റെ തൈകളാണ്. ഇത് ജിംനോകലീഷ്യ ഫാമിലുള്ളൊരു ചെടിയാണ്. ഇത് പീനട്ട് കാക്ടസ്. ഇത് സാൻസിവേറിയയുടെ സിലിണ്ടറിക്ക. ഇത് അഡോൾഫി സക്യുലന്റ്. ഇത് ഒപ്റ്റൂണിയയുടെ ഇനത്തിൽപ്പെടുന്ന ഒരു കള്ളിച്ചെടി. ഇത് ബണ്ണി ഇയർ കാക്ടസ്. ഇത് ഫെയറി കാസിൽ കാക്ടസ്. നമ്മൾ ഇനി ടെററിയത്തിലേക്ക് ചെടികൾ നടാൻ പോവാണ്. എന്തെങ്കിലും ഇതിന് സമാനമായ ഒരു ആയുധം ഉപയോഗിച്ച് ഇളക്കിയ ശേഷം വേണം ഈ ചെടികൾ അതിലേക്ക് നടാൻ. നട്ട ശേഷം ചൂട് നല്ല രീതിയിൽ ഉറപ്പിച്ചു വെക്കുക. ഇങ്ങനെ ചെറിയ പെബിൾസ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് കയറുന്ന ഒരു പാത്ത് പോലെയാണ് പെബിൾസ് അടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ടെറേറിയം രണ്ട് തരത്തിലുണ്ട്, ഓപ്പൺ ടെറേറിയം, സീൽഡ് ടെറേറിയം. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ടെറേറിയമാണ്. സീൽഡ് ടെറേറിയം ഭാവിയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാം ചെയ്തതിനു ശേഷം അവസാനമായി ടെറേറിയം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. ആദ്യം നനയായതിനാൽ നല്ലപോലെ നനച്ചു കൊടുക്കുക. പിന്നീട് ഭാവിയിൽ നനയ്ക്കുമ്പോൾ ഡെസേർട്ട് ഡിസൈൻ ആയതിനാൽ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും.